Welcome to Ernakulam Exotic Birds Park. എറണാകുളം എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് വരാപ്പുഴയിലെ, അതായത് ചേരാനല്ലൂർ ചിറ്റൂർ വരാപ്പുഴയിലെ എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലാണ്. എക്സോട്ടിക് ബേർഡ്സ് പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വിദേശത്തുള്ള പക്ഷികള് ജീവികളും മാത്രമുള്ളതാണ് എക്സോട്ടിക് എന്ന് പറയുന്നത്. വരാപ്പുഴ ബ്രിഡ്ജിന്റെ പാലത്തിന്റെ അടുത്ത് വന്ന് അന്വേഷിച്ചാൽ ഈ സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. ഞങ്ങൾ 2 പേരുണ്ട്. 400 രൂപ കൊടുത്ത് അകത്ത് കയറിയാലുടൻ തന്നെ പക്ഷികൾക്ക് ഭക്ഷിക്കാനുള്ള ഓരോ പ്ലേറ്റ് ഫ്രൂട്ട്സ് തന്നുവിടും. ആ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് എല്ലാ പക്ഷികളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ കയ്യിലും എല്ലാം വന്നിരിക്കും. നല്ല ഇണക്കമുള്ള പക്ഷികളാണ് ഈ പക്ഷികളെല്ലാം. നല്ല മനോഹരമായ പക്ഷികൾ. അതെല്ലാം നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കും. ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം അത് വീണ്ടും പോകും. പിന്നെ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വരും. അങ്ങനെ ഇപ്പോൾ കുറച്ച് താഴെ വീണിട്ടുണ്ട്. ആ താഴെ വീണത് എടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും കൂടി ഇപ്പോൾ അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്നേഹമുള്ളത്, നല്ല ഇണങ്ങിയതുമായ പക്ഷികളാണ്. നമ്മളങ്ങ് കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും കൂടി പറന്ന് നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ പക്ഷിക്കൂട്ടിനകത്തേക്ക് പ്രവേശിക്കുക. വലിയ പക്ഷിക്കൂടാ. കാടിനകത്ത് പറന്ന് നടക്കുന്ന പോലെ വിശാലമായിട്ട് പറന്ന് നടക്കാൻ പറ്റിയ രീതിയിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. എക്സോട്ടിക് ബേർഡ്സ് പാർക്ക് എന്നാണ് ഈ പാർക്കിന്റെ പേര്. ഇവിടെ ബേർഡ്സ് മാത്രമല്ല, പോക്കറ്റ് മങ്കി മുതൽ പാമ്പുണ്ട്, പിന്നെ ഉടുമ്പ് പോലെയുള്ള ഒരു ജീവിയുണ്ട്. അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നമുക്ക് നല്ല ഭംഗിയാണ്, നല്ലൊരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ. അങ്ങനെ നമ്മൾ പക്ഷികൾക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷികളെല്ലാം വന്ന് നല്ല മനോഹരമായിട്ട്, ഞാനുമുണ്ട്, എൻ്റെ കൂടെയുള്ള ജാർഖണ്ഡിലെ മോഹൻ കൂടെയുണ്ട്. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഇവിടെ വന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് 2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള മനോഹരങ്ങളായ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ മനോഹരമായ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും. നിങ്ങൾ എന്തായാലും വരാൻ സാധിച്ചാൽ ഈ സ്ഥലത്തൊന്ന് വന്ന് നിങ്ങൾ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. നല്ല ഒരു അനുഭവമാണ്. പക്ഷികളെ നമ്മൾ പിടിച്ചൊന്നും എടുക്കേണ്ട, അതെല്ലാം തന്നെ നമ്മുടെ അടുക്കലേക്ക് പറന്നു വരും. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് മോഹൻ, എൻ്റെ കൂടെയുള്ള പയ്യനാണ് മോഹൻ. ഇതാണ് നല്ല വിശാലമായ നല്ല പാർക്ക്. ഇത് ഒരു പക്ഷിക്കൂടാണ് ഈ കാണപ്പെടുന്നത്. ഇതേപോലെ പല പല പക്ഷികൾക്കും അവരുടേതായ രീതിയിൽ പല പല പക്ഷിക്കൂടുകൾ ഇതിനകത്തുണ്ട്. ഓരോ ഗേറ്റുകളും തുറന്ന് നമ്മൾ ഓരോ പക്ഷിക്കൂട്ടിനകത്തേക്കും നമ്മൾ കയറി ചെല്ലുന്നതാണ്. ഇതെല്ലാം ഏകദേശം ഒരു വലുപ്പത്തിലുള്ള പക്ഷികളെല്ലാമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇനി അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വ്യത്യാസമുള്ള വേറെ പക്ഷികളാണ് അതിനകത്ത് കാണപ്പെടുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകളോ നിങ്ങൾക്ക് അതിനെ പരിചയമുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ട പക്ഷികളെല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അതിൻ്റെ പേരുകളെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും.
ഇപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന പക്ഷികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഏകദേശമൊക്കെ അവർ തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്കുള്ള ഭക്ഷണം വേറെയാണ്. അവർക്ക് കഴിക്കാനുള്ളത് നെല്ല് പോലെയുള്ള വേറെ എന്തോ ഒരു വസ്തുവൊക്കെയാണ് കഴിക്കാൻ തരുന്നത്. നല്ല മനോഹരമായ പക്ഷികളാണ്, ലവ് ബേർഡ്സ് പോലെ ഉള്ള പക്ഷികളാണ്. എന്നാൽ ഇത് അല്പം വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ പേരെല്ലാം ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ പേരെല്ലാം ഞാൻ മറന്നുപോയി. പല പല പക്ഷികളായതുകൊണ്ട് എല്ലാത്തിൻ്റെയും പേരൊന്നും ഓർത്തിരിക്കാനൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം മറന്നുപോയി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ പേരൊക്കെ ഒന്ന് എഴുതുകയാണെങ്കിൽ നന്നായിരിക്കും. അവരെല്ലാം അത് കാലിയാക്കിയിട്ടുണ്ട്. ധാരാളം പക്ഷികളുണ്ട്. അത് ആൾക്കാർ വരുന്നതിനനുസരിച്ച് എല്ലാവരുടെ അടുക്കിലേക്കും ഈ പക്ഷികളെല്ലാം പറന്നു പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ വന്ന് തോളത്ത് വന്ന് സ്ഥാനം പിടിച്ചു. ശ്രദ്ധിച്ചു നോക്കുക. ഭക്ഷണം കൊടുക്കാനായിട്ടാ. അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചെവിയിലും നമ്മുടെ വസ്ത്രത്തിലും എല്ലാം പിടിച്ച് കടി വരും. ഇപ്പൊ അവന് ഭക്ഷണം കൊടുക്കാനായിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ചെവിയിൽ പിടിച്ചിട്ട് കടി വന്നു. ആ കടിക്കുന്നതിന്റെ അർത്ഥം ഉടനെ ഭക്ഷണം കൊടുക്കാനായിട്ടാണ്. ആള് വന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയി. കാരണം തിരക്ക് കൂട്ടുന്നതുകൊണ്ട് സൈഡിൽ മാറി മാറി നിന്ന് ഇപ്പോഴാ വന്നത്. ഇവരെല്ലാം ഇവിടുത്തെ ജോലിക്കാരാണ്. ഓരോ കൂട്ടിലും ഓരോ ജോലിക്കാരുണ്ട്. അവരാണ് ഇതെല്ലാം നമുക്ക് ഗൈഡായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞും പരിചയപ്പെടുത്തിയൊക്കെ തരുന്നത്. മുകളിലും 2 പക്ഷി വന്നിരിപ്പുണ്ട്. നമ്മൾ അടുത്ത കൂട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓസ്ട്രേലിയയും ആഫ്രിക്കയിലെയും പല പല രാജ്യങ്ങളിലുള്ളതാണ്. ഇന്ത്യയിലുള്ള ഒരു പക്ഷികളോ ജീവികളോ ഇതിനകത്തില്ല. എല്ലാം വിദേശത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര റേറ്റ്. ഒരാൾക്ക് 200 രൂപ. ആ പോക്കറ്റ് മങ്കി എന്ന് പറയുന്നത് 2 ലക്ഷമോ 3 ലക്ഷമോ രൂപ എന്തോ ഒരെണ്ണത്തിന് വിലയുണ്ടെന്നാ പറയുന്നത്. ഈ പക്ഷികൾക്കുമെല്ലാം അതേപോലെ നല്ല വിലയുണ്ട്. ഗ്രേ പാരറ്റ്, ഇതിന്റെ പേര് ചിക്കു എന്ന് വിളിച്ചാൽ ഉടനെ വന്ന് അതിനെ പിടിച്ചെടുത്താലൊന്ന് അത് കടി വരും. അത് തന്നെ വന്നിരിക്കും. തന്നെ വന്ന് നമ്മുടെ തോളിലോ നമ്മുടെ കയ്യിലോ ഒക്കെ വന്നിരിക്കും. ഇതിന്റെ പേര് പറഞ്ഞിരുന്നു. ചിക്കുവും ഈ പുള്ളിയുടെ പേര് മറന്നുപോയി. ആണ്ടോ തന്നെ പറന്നു വന്നാണ്ടോ. ചിക്കു തന്നെ പറന്നു വന്നു. ഇനിയിപ്പോ ചിക്കുവിന് ഭക്ഷണം കൊടുക്കണം. ഇപ്പൊ ചെവിയിൽ വന്ന് കടി വരും ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ. ഇപ്പൊ ചെവിയുടെ അടുത്ത് വന്നിരിക്കുക. കണ്ടോ കടിച്ചത് കണ്ടോ. ഷർട്ടിൽ കടിക്കുന്നു, ചെവിയിൽ കടിക്കുന്നു. അപ്പോ എനിക്കും താന്നാ പറയുന്നത്. ഇപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോ സമാധാനമായി. ഇപ്പോ ഇയാൾക്ക് കൊടുത്തില്ലെങ്കിൽ ഇയാൾ കടിക്കാൻ തുടങ്ങും. കൊണ്ടുവരാൻ പറയുക. തലയിട്ട് വാ കൊണ്ടുമൊക്കെ പറയുന്നുണ്ട്. താന്നൊക്കെ പറയുമായിരിക്കും. ഇപ്പോ ചിക്കു മുകളിലിരുന്ന് ചിക്കുവിന് ദേഷ്യം കയറുന്നുണ്ട്. ചിക്കു കടിക്കാൻ തുടങ്ങി. ചിക്കു കഴിച്ചോണ്ടിരിക്കുക. ചിക്കുവും അങ്കുവോ മഞ്ജുവോ അങ്ങനെ എന്തോ ഒരു പേരാ പറഞ്ഞത്. ഈ റെഡ് പക്ഷിയുടെ പേര് അവർ പേരിട്ടിരിക്കുക. കുട്ടികൾക്ക് ഇടുന്ന പേര് പോലെ. അപ്പോ അത് തീർന്നു കഴിഞ്ഞപ്പോൾ ചിക്കു കടി തുടങ്ങി. അവന് കൊടുക്കണം. ഇനി ഈ പുള്ളിക്കാരനെ പിടിച്ച് തോളിലിരുത്തിയിട്ട് 2 പേർക്കും കൊടുക്കണം. അല്ലെങ്കിൽ 2 പേരും മാറി മാറി കടിക്കാൻ തുടങ്ങും. നല്ല രസമാണ് അത്. നമുക്ക് നല്ല ടൈം പാസ്സാ.
എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ വന്നത്. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ, ഞാനിതിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്, പക്ഷെ എനിക്കിങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളത് അറിയത്തില്ലായിരുന്നു. അതേപോലെ പല സ്ഥലത്തുമുള്ള പലർക്കും എറണാകുളം ജില്ലയിൽ ഇങ്ങനൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കും ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവർക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരും ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് പോകുന്നത് ഒരു നല്ല അനുഭവമായിരിക്കും. കുട്ടികളെല്ലാം കൊണ്ടുവന്നാൽ നല്ല രസമായിരിക്കും, കുട്ടികൾക്കെല്ലാം നല്ല എൻജോയ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളോ അയൽക്കാരോ കുടുംബക്കാരോ എല്ലാവരുമായിട്ട് വന്നാൽ നല്ലതായിരിക്കും. ഉണ്ട് രണ്ടുപേരും മാറി മാറി കടിക്കുന്നതുകൊണ്ട് എൻ്റെ തോളിൽ വെച്ച് വന്നു. രണ്ടു പേർക്കും കൊടുക്കാനുള്ള ഭക്ഷണവും തന്നിട്ടുണ്ട്. രണ്ടുപേരും കഴിച്ചോണ്ടിരിക്കുക. നമ്മളെന്തോ 10 വർഷമായിട്ട് ഇണക്കിയ പോലെയാ. ആദ്യമായിട്ട് കാണിക്കുക, പക്ഷെ ഭയങ്കര ഇണങ്ങി. ആദ്യമായിട്ട് കാണിക്കുക 10 മിനിറ്റത്തെ പരിചയം പോലും ഇല്ല. രണ്ടുപേരും വന്ന് തോളിൽ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. നല്ല സ്നേഹമാണ്, നമുക്കത് ഇട്ടിട്ട് പോരാൻ തോന്നത്തില്ല. അതേപോലെ നമുക്ക് വളരെ ഒരു മനസ്സിന് കുളിർമയേകുന്ന നല്ലൊരു അനുഭവമായി പോയി. ഇപ്പൊ ഞങ്ങള് ചാനലുകാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് ഈ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പരുവത്തിനെല്ലാം അവർ നിർത്തിത്തിരിക്കുക. എക്സോട്ടിക് ബാറ്റ്സ് പാർക്കിന്റെ ബോർഡെല്ലാം കാണണം എന്നൊക്കെ പറഞ്ഞ് അവര് ഞങ്ങളെ അതിന്റെ രീതിയിലൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നിർത്തിയിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഷൂട്ട് ചെയ്യിക്കുന്നത്. അവരെല്ലാം ഇവിടുത്തെ ജോലിക്കാരാ. ഞാൻ രാവിലെ ഫോൺ ചെയ്തിരുന്നു, അപ്പൊ അതിന്റെ മുതലാളിയാണ് ഫോൺ എടുത്തത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം എവിടെ പുറത്ത് പോയിരിക്കുകയാണ്. വരുമ്പോൾ താമസിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കണ്ടോ, ഇവിടെ തന്നെ ഒരുപാട് സമയമായി. ഇതാണ് അടുത്ത സ്ഥലത്തേക്ക്, നമ്മൾ അടുത്ത കൂട്ടിലേക്ക് വന്നിരിക്കുക. ഇതാണ് പോക്കറ്റ് മങ്കി. പോക്കറ്റ് മങ്കി എന്നല്ല, അല്പം കൂടി വലിപ്പമുള്ള വേറൊരു ആളാണ് ഇരിക്കുന്നത്. ഇതിന് എന്തോ 3 ലക്ഷമോ 4 ലക്ഷമോ ഒക്കെ വില വരുന്ന പറയുന്നത്. ഇതിനെ കൂട് തുറന്ന കയ്യിൽ വെച്ച് തരണമെങ്കിൽ 300 രൂപ ഫീസ് കൊടുക്കണമെന്ന് പറയുന്നത്, എക്സ്ട്രാ ഫീസ്. 200 രൂപ നമുക്ക് അകത്ത് കയറുന്നതിനും പക്ഷികൾക്കുള്ള ഭക്ഷണവും എല്ലാം തന്നൊക്കെ വിടുന്നതിനും അതിനെ കളിപ്പിക്കുന്നതിനൊക്കെ ഉള്ള എല്ലാം കൂടി ചേർത്താണ് 200 രൂപ. ഇനി ഈ കുരങ്ങിനെ നമ്മുടെ കയ്യിലൊന്ന് കൂട് തുറന്ന് വെച്ച് തരണമെങ്കിൽ 300 രൂപ അതിന് ഫീസുണ്ട്. പാമ്പാണെങ്കിൽ പാമ്പിന് 100 രൂപ ഫീസുണ്ട്. പിന്നെ വേറൊരു സാധനം, ഉടുമ്പ് പോലെയുള്ളൊരു സാധനമുണ്ട്. അതിനെ നമ്മുടെ കയ്യിലൊന്നും വെക്കാൻ പറ്റത്തില്ല, നല്ല ഭാരമുണ്ട്. ചിലപ്പോൾ കടിക്കാൻ ചെയ്യുന്നൊക്കെ തോന്നുന്നു, അറിയത്തില്ല എങ്ങനെയാണെന്ന്. പിന്നെ ഒരു ഓന്ത് പോലെ ഒരു സാധനമുണ്ട്, അതിനെയും കയ്യിലൊന്നും വെക്കണ്ടെന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ പാമ്പിനെ 100 രൂപ കൊടുത്ത് എന്തായാലും ഞാൻ വാങ്ങി. അതിനെ കഴുത്തലൊക്കെ ഇടാം, അതൊന്നും കടിക്കത്തൊന്നുമില്ല, നല്ല ഇണക്കമുള്ളതാണെന്നൊക്കെ പറഞ്ഞു. വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്നൊന്നും അറിയത്തില്ല, വായിൽ പല്ലൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു അനുഭവമാണ്. പാമ്പ് വന്നിട്ട് കഴുത്തലൊക്കെ നല്ല ഇങ്ങനെ ചുറ്റി കരിഞ്ഞു മുറിക്കുക. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ പാമ്പിനെ കൈകൊണ്ട് തൊടുന്നതും ആദ്യമായിട്ടാണ് പാമ്പിനെ കഴുത്തിലിടുന്നതെല്ലാം. ഇതൊരു നല്ല അനുഭവമാണ്. ഇതിനകത്ത് വന്നാൽ നമുക്ക് തിരിച്ച് പോകാൻ തോന്നത്തില്ല. നല്ലൊരു പ്രത്യേക ഒരു അനുഭവമാണ്. നമുക്ക് സമയം ചെലവഴിക്കാനാണെങ്കിൽ ഒരുപാട് സമയം നമുക്കിവിടെ ചെലവഴിക്കാം. നിങ്ങൾക്ക് ഇന്ന് ഡിസംബർ 4-ാം തീയതിയാണ് നേവി ഡേ കാണാൻ പോകണം. നേവി ഡേ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നേവിയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ നേവി ഡേ കാണാനായിട്ട് 3 മണിക്ക് അവിടെ എത്തണം. ഇതൊരു പാമ്പാണ്, കുഞ്ഞിപ്പാമ്പ്. ഇതിനെ പിന്നെ പേടിക്കാനൊന്നുമില്ല, അത് കുഞ്ഞിപ്പാമ്പാണ്. അതങ്ങനെ കടിക്കൊന്നും തോന്നുന്നില്ല. എന്തായാലും നല്ലൊരു അനുഭവമാണ്. ഇങ്ങനെ 2 പാമ്പുണ്ട് ഇവിടെ. പിന്നെ ഇതൊരു ഓന്ത്. അതിന്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. കടിക്കത്തൊന്നുമില്ല, എന്നാലും ഒരു കൂടൊക്കെ തുറന്നു വന്നു. അതിൽ വെക്കാമെന്ന് ചോദിച്ചപ്പോ അത് കയ്യിലൊക്കെ പിടിച്ച് മാന്തി അള്ളി പിടിച്ചൊക്കെ ഇരിക്കും, ചിലപ്പോ വേദനിക്കും എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് കയ്യിലൊന്നും അങ്ങനെ വെക്കണ്ടെന്ന് പറഞ്ഞു. താഴെ ഒരു ഉടുമ്പ് പോലെയുള്ള ഒരു സാധനമുണ്ട്. ഇതെല്ലാം വിദേശത്തു നിന്നുള്ളതാ, ഓസ്ട്രേലിയയിൽ നിന്നോ
ജർമ്മനിയിൽ നിന്നോ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ്, ഇന്ത്യയിലുള്ള ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചെന്താണ് ഈ എക്സോട്ടിക് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് വിദേശത്തുള്ള സാധനങ്ങൾ മാത്രമുള്ള ഇതാണ് എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. എനിക്ക് അതിന്റെ അർത്ഥം ശരിക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വരികയാണ്. ഞങ്ങൾക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ല, ഞങ്ങൾക്ക് നേവിയിലേക്ക് പോകണം. അപ്പോൾ അവിടെ രാജ്യാന്തര മൈതാനത്താണ് ഡിസംബർ 4 അതിൻ്റെ ഓപ്പണിംഗ് സെറിമണി നടക്കുന്നത്. മറ്റേ ഷിപ്പിന്റെ പ്രകടനവും ഹെലികോപ്റ്ററിന്റെ പ്രകടനവും യുദ്ധവിമാനങ്ങളുടെ പ്രകടനവും പിന്നെ മറ്റു പല അഭ്യാസ പ്രകടനവും പിന്നെ ബാൻഡ് പരേഡും ഇതെല്ലാം അതിൻ്റെ ഉദ്ഘാടന പരിപാടിയെല്ലാം നടക്കുന്നത് രാജ്യാന്തര മൈതാനത്ത്. അതുകൊണ്ട് അവിടെയും ഞങ്ങൾക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പോരുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷണവും കഴിക്കണം. ഇനി ഒരു 3 മണിയാകുമ്പോൾ അവിടെ എത്തണം. ഇപ്പോൾ മണി ഏകദേശം 12 മണി ആയിട്ടുണ്ട്. ഏതായാലും ഒരു നമ്മളെയൊക്കെ പ്രതീക്ഷിച്ചാണല്ലോ ഇവിടെ കടക്കാരി ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങി ഞങ്ങൾ രണ്ടുപേരും കുടിക്കുകയാണ്. മോഹനാണ് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് നാണമാണ്. അപ്പോൾ ഇനി കേരളത്തിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഇനി हिंदीക്കാരാണെങ്കിൽ हिंदी लोग आप लोग केरला में आएंगे तो एर्नाकुलम डिस्ट्रिक्ट में एक वरापुरा देश में एक एक्सोटिक बर्ड्स पार्क है. ये पार्क में भी आप लोग भी आएंगे तो अच्छा है. 200 रुपये टिकट है. 200 रुपये टिकट में अंदर जा सकता. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.